മരെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്ന് ഏതായാലും ഇപ്പൊ ഒരു വ്ളോഗ് എടുക്കണല്ലോ. ഏ പിന്നെ ഞാൻ ഇപ്പൊ ഒന്ന് വീടിയിട്ട് വന്നതേ. നാളെ ഇപ്പൊ എന്റെ ബർത്ത്ഡേ ആണ്. ഇൻഷാ അല്ലാ ആയുസിന്റെ നീളം അങ്ങനെ കൂടി കൂടി പോകുന്നുണ്ട്. ഏ വയസ്സനായി വരുന്നുണ്ട്. പെൻഷൻ കിട്ടാനൊന്നും ആയിട്ടില്ല. എന്നാലും ഏതായാലും ഞാനിപ്പോ ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. എന്റെ പ്രിയ സഹധർമ്മിണിന്റെ വക. അങ്ങനെ തന്നെ പറയണം. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഉം. ഏതായാലും ഞാനൊന്ന് പോയോക്കട്ടെ എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. വീട്ടിലല്ല, നമ്മളിവിടെ തന്നെ വളാഞ്ചേരി എവിടെ ഒന്നാണ് സെറ്റ് ചെയ്തിരിക്കണത്. സർപ്രൈസ് ആയിട്ട് വെച്ചതായിരുന്നു. കുറെയൊക്കെ ഞാൻ പൊളിച്ച് ഏകദേശമൊക്കെ അറിഞ്ഞിരിക്കണ കാര്യങ്ങളൊക്കെ. ഏതായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡ്യൂട്ടിയും തിരക്കൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാ ഇനിയിപ്പോ ഏതായാലും രാത്രി കാണാം. എന്തൊക്കെയാണ് ഒപ്പിച്ച് വെച്ചിരിക്കണെന്ന് നോ ഐഡിയ. പോയോക്കട്ടെ. പോയിട്ട് ഏതായാലും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടായിന്നുള്ളത്. സത്യത്തെ ബർത്ത്ഡേ അല്ലേ, ഓളായിക്കണോ അതോ നന്നായിക്കണോ എന്നുള്ളതൊക്കെ ഞാനോ നിങ്ങളേതായാലും പറയും എന്തൊക്കെ അയക്കണം എന്നുള്ളത്. എങ്ങനെ പോയോക്കട്ടെ. നേരം ഇരുട്ടായി, മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കാനായി. ഞാൻ എപ്പോഴും ഇങ്ങനെ കാർന്ന് എന്തെങ്കിലും കാർന്ന് മുന്നത്തെ വീഡിയോ കാർന്ന് അണിഞ്ഞിപ്പോ ഈ വീഡിയോ കാറിലുള്ള ദിവസം വെറും കാറ് വീഡിയോ നോക്കണ്ടേ വിചാരിച്ചിട്ടുണ്ടല്ലേ. ഇറങ്ങി നടക്കാൻ നേരം കിട്ടിയിട്ടില്ല. അതാണ് അവസ്ഥ. ഏതായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചെന്നിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് വേണം മെല്ലെ ഇങ്ങനെ ഇറങ്ങാൻ. ഇനി നാളെ ഡ്യൂട്ടി ഉണ്ട്. നാളെ ഡ്യൂട്ടി ആകുമ്പോഴത്തേനും ഞാൻ ഭയങ്കര നേരത്തെ ഉറങ്ങണം. വേഗം ഉറങ്ങണം. അല്ലെങ്കിൽ ഉറക്ക് പയച്ചാ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് പോയി. ആ ഷെഡ്യൂള് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. എല്ലാം കൊണ്ടും നല്ലതാട്ടോ കുറെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ. ഏതായാലും ഇങ്ങനെ പോയോക്കട്ടെ. അപ്പൊ ഹലോ ഗൈസ്, നമ്മൾ ഇനി എങ്ങോട്ടാ പോണേ പറഞ്ഞോളി. ഉണ്ടാവത്തിരിക്കണേ നമ്മളെങ്ങോട്ടാ പോണ അഫിയ? ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഇട്ടോ, എന്താവും അറിയില്ല. നമുക്ക് പോയി നോക്കുക. ഏതായാലും എന്റെ മോനെ കാണില്ലല്ലോ. ഇവിടെ വണ്ടി ഒടിഞ്ഞു പോയോ തന്നെ? ഏതായാലും ഞങ്ങൾ പോവാണ് ഗൈസ്. എങ്ങോട്ടറിയോ? എങ്ങട്ടാന്ന് വെച്ചാ അറിയും. എന്തൊക്കെ നടക്കാന്ന് വെച്ചാ അറിയില്ല. അപ്പൊ ഇജ്ജ് പറഞ്ഞാ അപ്പൊ ഏതായാലും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയാം. അങ്ങനല്ല, ഒരാ വീഡിയോ കാണുമ്പോ മനസ്സിലായിപ്പോ പൊട്ടനോടെ അല്ല. അങ്ങനല്ല പറയൊന്നുമില്ല. അവിടെ വീഡിയോ എടുക്കല്ലേ. ഇവരെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. എവിടെയാണിത്? തിരിച്ചു വരുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇതാണ് കട, ചായന്റെ വാലയിലാണ് നമ്മൾ പോണത്. അവിടെ നിർത്താൻ പറ്റും. ഇതാ നമ്മളെ കഞ്ഞിവെക്കൽ കൊച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വളാഞ്ചേരി മുട്ടിപ്പടി നെയ്ച്ചോറ് സെന്ററോ അങ്ങനെ വളാഞ്ചേരി എത്തി. വളാഞ്ചേരി ഇറങ്ങലും മഴ പെയ്യലും അല്ലെങ്കിൽ എവിടെ പരിപാടി തന്നെയാണല്ലോ. അഫിയ ഓർഡർ ചെയ്യ്. അത് ഗോതമ്പാണ്. പറയ്. അത് ഗോതമ്പ് ചപ്പാത്തി. ഇവിടെ ഏതോ ഒരു മൂലയിൽ കൊണ്ടുവന്ന എത്തിയാണ്. ഒരാളെ സർപ്രൈസ് ആണ്. എന്താവും അറിയില്ല, നോക്കട്ടെ. ശരിക്കും മനസ്സിന്റെ ഉള്ളില് ഒരു ചെറിയൊരു ഇത് അല്ല. ഇത് എന്നെ പൊതിയിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട്
അല്ലേ ഓള് തരുന്ന പൊതിയിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലേ ഇത് എന്തൊക്കെ തരുന്ന സത്യം പറഞ്ഞാൽ സർപ്രൈസ് ഇങ്ങനെ പറയാ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് പ്രതീക്ഷിക്കാത്ത സാധനം. എന്നാലും ചെറിയൊരു പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്റെ ബർത്ത്ഡേ കെട്ടിന് ഇതേപോലൊക്കെ തിരിച്ചു തരണം കേട്ടോ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ബാക്കി പിന്നെ അങ്ങനെ സർപ്രൈസ് തരാൻ വേണ്ടി കൊണ്ടുവന്ന തീറ്റ പരിപാടിയാണ്. എനിക്ക് ഇതുവരെ സർപ്രൈസ് കിട്ടിയില്ല. ഞാൻ നോക്കി കുത്തിരിക്കാം. അതെടുക്കല്ല എനിക്ക് വേണം. ഇതെന്തിനാ എനിക്ക് ചായ പറഞ്ഞില്ല വരണല്ലോ സർപ്രൈസോടെ ഇപ്പൊ വരും ചാരിച്ചൂടെ. സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങി തരുമല്ലോ. ഗെയ്സ് ഒരു ബർത്ത്ഡേ പൂരം കഴിഞ്ഞു ഇവിടെ. ഇതിന്റെ കറക്റ്റ് വീഡിയോസ് ഇതില് വരും. ബർത്ത്ഡേന്റെ ആശാനാണ് സർപ്രൈസ് തന്ന ആശാനാണ്. ഫോട്ടോസ് എടുത്തോ കേട്ടോ. അല്ല ഗൈസ് അങ്ങനെ ബർത്ത്ഡേ സർപ്രൈസ് തന്നു. ഒരു ഒന്നൊന്നര സർപ്രൈസ് ആയിരുന്നു. പറയണ്ട, നാട്ടുകാർ ഫുള്ള് കേട്ടു ഇവിടെ നിന്നുള്ളത്. അല്ലാ ഏതായാലും എന്റെ ജീവിതത്തിൽ സത്യം പറയട്ടോ ഇങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ പോകുമ്പോ കരയാട്ടോ, കരയാൻ വയ്യ അതുകൊണ്ടാ. എന്ത് പറയ് അങ്ങനെ ഗൈസ് ചായ പോലത്തെ സർപ്രൈസ് ഒക്കെ ഞങ്ങൾ മടങ്ങാനിരിക്കുകയാണ് ഗൈസ്.